നമസ്കാരം. AICC മാത്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ അഖിൽ. കഴിഞ്ഞ ദിവസം നടന്ന അതായത് സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എല്ലാം എളുപ്പമുള്ള ക്വസ്റ്റ്യനായിരുന്നു, അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഇതിനകത്ത് പറയാനൊന്നുമില്ല. അതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ ക്ലാസ് തീരുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 10x × 4 ഡിവൈഡ് ബൈ 5x 2 ആയാൽ എക്സിൻ്റെ വില നമുക്കത് നോക്കാം. 10x × 4 ഡിവൈഡഡ് ബൈ 5x ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ 4 ഇൻറ്റു ചെയ്തിട്ടേക്കുന്ന ഒരു 4 ഉണ്ടോ, അല്ല അതിനെ നമുക്ക് അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പോൾ ബാക്കിയുള്ളത് 10x ഡിവൈഡഡ് ബൈ 5x ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ഇൻറ്റു ചെയ്തിട്ടേക്കുന്ന 4 ഇഞ്ഞ് ഇപ്പുറത്ത് കൊണ്ടുവരാം. അപ്പം 2 ബൈ ഈ 4നെ നമുക്ക് ഇഞ്ഞ് ഇപ്പുറത്ത് കൊണ്ടുവരാമേ. അപ്പോൾ 4നെ നമുക്ക് വേണമെങ്കിൽ 2ൻ്റെ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ. അപ്പോൾ ഇവിടെ 4 വരുന്നു, അതിനെ നമുക്ക് 2ൻ്റെ സ്ക്വയർ എന്ന് എഴുതാം. ക്ലിയർ ആണേ. ഇനി മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ അറിയണം. a/b ദ ഹോൾ റൈസ് ടു n എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ a/n ബൈ b/n. അതായത് a/n/b/n എന്ന് പറഞ്ഞാൽ a/b ദ ഹോൾ റൈസ് ടു n എന്ന് എഴുതാം. a/b ദ ഹോൾ റൈസ് ടു n. ഓക്കെ, a/n ബൈ b/n എന്ന് പറഞ്ഞാൽ a/b ദ ഹോൾ റൈസ് ടു n എന്ന് എഴുതാം. ക്ലിയർ ആണേ. അപ്പോൾ 10x ബൈ 5x എന്ന് പറഞ്ഞാൽ നമുക്ക് 10/5 ദ ഹോൾ റൈസ് ടു x എന്ന് എഴുതാം. ഇവിടെ പവർ സെയിമാ, അപ്പോൾ ഹോൾ പവർ ആക്കാം. ഇത്തരം ക്ലിയർ അല്ലേ. 2/8 ബൈ 2/2 നിങ്ങൾ ചിന്തിച്ച് നോക്ക്. 2 8 തവണ മൾട്ടിപ്ലൈ ആയത്, താഴെ 2 തവണ മൾട്ടിപ്ലൈ ആവുക. അപ്പോൾ ഈ 8 എണ്ണത്തിലെ 2 എണ്ണം ഈ 2 എണ്ണമായിട്ട് കട്ട് ചെയ്യത്തില്ലേ, കട്ട് ചെയ്തങ്ങ് പോകും. എന്ന് വെച്ചാൽ 2 8 തവണ അപ്പോൾ 2/6 എന്ന് ഇവിടെ കിട്ടും. 6. ഓക്കെ, 6 എന്ന് കിട്ടും. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് അത് അറിഞ്ഞുകൂടാ, 2/6 എന്ന് കിട്ടിയത് അറിഞ്ഞുകൂടെങ്കിൽ 2 8 തവണ എഴുതുക. 2 × 2 × 2 × 2 × 2 എത്രയായി? 1 2 3 4 5 6 7 8 ബൈ താഴെ എന്തോണ്ട് 2 × 2. ഈ 2 × 2 ഈ 2 2 കട്ട് ചെയ്തു പോകും. പിന്നെ 2 എത്ര തവണ? 1 2 3 4 5 6 2/6. ഓക്കെ, 10/5 എന്ന് പറഞ്ഞാൽ 2. 10/5 2. ബാക്കി ഇങ്ങോട്ട് എഴുതുവാണേ. അപ്പോൾ 2x ദാറ്റ് ഈസ് ഈക്വൽ ടു 2/6. 10/5 എന്ന് പറഞ്ഞാൽ 2. 2x ദാറ്റ് ഈസ് ഈക്വൽ ടു 2/6. അപ്പോൾ 2x ഈക്വൽ ടു 2/6 ആണെങ്കിൽ ഇത് 2 സെയിം ആണ്. പവർ തമ്മിൽ സെയിം ആയല്ലേ പറ്റൂ. അപ്പോൾ x ഈസ് ഈക്വൽ ടു 6. ഓപ്ഷൻ ഡി. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. രാജുവിനൊരു പരീക്ഷയ്ക്ക് 455 മാർക്ക് കിട്ടി. രാജുവിനൊരു പരീക്ഷയ്ക്ക് 455 മാർക്ക് കിട്ടി. ഇത് ആകെ മാർക്കിൻ്റെ 91%. അപ്പോൾ 91% രാജുവിന് കിട്ടിയ മാർക്ക് 455. ഓക്കെ, എങ്കിൽ ആകെ മാർക്ക് എത്ര? ആകെ മാർക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും ആലോചിക്കണം 100%. അപ്പോൾ 100% കണ്ടെത്തണം. അപ്പോൾ 91% 455 ആയാൽ 100% എത്ര? ഇത് കണ്ടെത്താൻ ക്രോസ് ചെയ്താൽ പോരെ. എതിരെ നിൽക്കുന്നത് മൾട്ടിപ്ലൈ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 100 ഇൻറ്റു ഇതെപ്പോഴും കണ്ടെത്താൻ ക്രോസ് ചെയ്ത് ഗുണിക്കുക. 100 455 മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് 91 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 91 5 555. ശരിയല്ലേ? 91 × 5 555. 5 × 100 500. ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പ്ലസ് എന്നത് ഇൻറ്റുവിനെയും മൈനസ് എന്നത് ഡിവിഷനെയും ഇൻറ്റു എന്നത് മൈനസിനെയും ഡിവിഷൻ എന്നത് പ്ലസിനെയും സൂചിപ്പിച്ചാൽ 25 പ്ലസ് ഇന്നത് എത്ര ആണ് എന്നതാണ് ചോദ്യം. അപ്പോൾ 25 പ്ലസ്. അപ്പോൾ പ്ലസ് എന്ന് പറയുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് നോക്ക്? മൾട്ടിപ്ലിക്കേഷൻ. 5 ഡിവിഷൻ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് നോക്ക്? ഡിവിഷൻ എന്നത് പ്ലസിനെ. പ്ലസ് 900. മൈനസ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് നോക്ക്? മൈനസ് എന്നത് ഡിവിഷൻ 90. ഇൻറ്റു എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് നോക്ക്? ഇൻറ്റു എന്നത് മൈനസിനെ. മൈനസ് അടിപ്പുറത്തൊരു 100 കിടപ്പുണ്ട്. 100. ഇതാ ക്വസ്റ്റ്യൻ. ബോട്ട്മാസ് റൂൾ അനുസരിച്ച് ആദ്യം ഡിവിഷൻ ചെയ്യണം. ബോട്ട്മാസ് റൂൾ ആണല്ലോ, അതനുസരിച്ച് ആദ്യം ഡിവിഷൻ ചെയ്യണം. ഇതങ്ങ് ഡിവൈഡ് ചെയ്യാം. പക്ഷേ ഇതുമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുക ഈ മൾട്ടിപ്ലിക്കേഷൻ. അതുകൂടെ നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ 125 × 5 25 × 5 125. 900/90 10 അല്ലേ? പ്ലസ് 10 -100. ഓക്കെ,
125 + 10 135. 135 100 പോയാൽ 35 ഉത്തരം 35. അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ബി. ഓക്കെ, അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ. എല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നേ. ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ ക്യാറ്റ്, ഇത് ഇച്ചിരി ഇതേ ഉള്ളായിരുന്നു, ചിലപ്പോൾ ഒരു പക്ഷേ ഉത്തരം കിട്ടാതെ പോകുന്നെങ്കിൽ പോകുന്നത്. ക്യാറ്റ് എന്നത് 9, ഡീർ എന്നത് 11 ആയാൽ എലിഫൻറ്റ് ഇതിൻ്റെ കോഡ് എത്ര എന്നാണ് ചോദ്യം. അത്രയേ ഉള്ളൂ. ഇതിൻ്റെ കണക്ഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ദാണ്ട് ഈ ഡീർ എടുക്കാം. ഡീർ നിങ്ങൾ നോക്ക്, ഡീർ 1 2 3 4 ഇത് 4 ലെറ്റർ ഉണ്ട്. 4 ലെറ്റർ, ഈ 4ൻ്റെ ഇരട്ടി നിങ്ങൾ എടുക്കുക. 4ൻ്റെ ഇരട്ടി എടുത്താൽ എത്ര? 8 കിട്ടും. ആ 8നോടൊപ്പം 3 കൂട്ടിയാൽ 11 കിട്ടുമേ. ഈ 4 1 2 3 4 4 ലെറ്റർ, 4നെ ഇരട്ടി എടുക്കുക. 4ൻ്റെ ഇരട്ടി നിങ്ങൾക്ക് 8 കിട്ടും. ആ 8നോടൊപ്പം 3 കൂട്ടിയാൽ 11 കിട്ടും. 3 കൂട്ടിയാൽ ഇവിടെ 1 2 3 3 ലെറ്റർ, ആ 3ൻ്റെ ഇരട്ടി എടുക്കുക. 3ൻ്റെ ഇരട്ടി എടുത്താൽ നമുക്ക് എത്ര കിട്ടും? 6 കിട്ടും. ആ 6നോടൊപ്പം 3 കൂട്ടിയാൽ 9 കിട്ടും. എന്ന് വെച്ചാൽ നമ്മൾ ലെറ്ററെ ഇൻറ്റു 2 + 3 ഇതാണ് നമ്മുടെ കോഡെന്ന് പറഞ്ഞാൽ. ലെറ്ററിൻ്റെ എണ്ണത്തിൻ്റെ ഇരട്ടിയോടൊപ്പം 3 കൂട്ടിയാൽ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ, 1 2 3 4 4 ലെറ്റർ ഇൻറ്റു 2 8 + 3 11. 1 2 3 ലെറ്റർ ഇൻറ്റു 2 6 + 3 9. അങ്ങനെയാണ് എലിഫൻറ്റ്. 1 2 3 4 5 6 7 8 8 ഇൻറ്റു 2 16 16 + 3 19. അങ്ങനെ ഓപ്ഷൻ ഉണ്ടേ കറുപ്പിക്കാം, ഇല്ലേ വിട്ടുകളയാം. ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2018 ജനുവരി 1 തിങ്കളെന്ന് തന്നേക്കുന്നു എങ്കിൽ 2022 ജനുവരി 1 ഏത് ദിവസം? അതാ ക്വസ്റ്റ്യൻ. 2018 ജനുവരി 1 തിങ്കളായാൽ 2022 ജനുവരി 1 ഏത് ദിവസം എന്നതാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ മാസവും ഡേറ്റും സെയിം ആണ്, വർഷം ഡിഫറൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ വർഷങ്ങളുടെ വ്യത്യാസം എടുക്കണം. വർഷങ്ങളുടെ വ്യത്യാസം, അതായത് 2022 2018 വേണം 4. എന്നിട്ട് അടുത്ത സെൻറ്റൻസ് ശ്രദ്ധിച്ചേക്കണം. 2018 ജനുവരി 1 തൊട്ട് 2022 ജനുവരി 1 വരെ വല്ല ഫെബ്രുവരി 29 വരുന്നുണ്ടോ എന്ന് നോക്കണം. ഫെബ്രുവരി 29 എവിടെ വരുന്നത്? അതിവർഷത്തിൽ. അപ്പോൾ അതിവർഷം നോക്കിയാൽ മതി. 2018 അതിവർഷമല്ല, 19 അതിവർഷമല്ല, പക്ഷേ 2020 അതിവർഷമാണ്, അതിനകത്തുണ്ട്. പിന്നെ 2024 ഉള്ളു. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു തവണ വരും. അപ്പോൾ ആ ഒന്നുകൂടെ കൂട്ടണം. അപ്പോൾ മൊത്തത്തിൽ എത്ര കിട്ടി? 5. ആ 5 എടുത്ത് ഇവിടെ കൂട്ടിയാൽ ഉത്തരം. തിങ്കൾ കഴിഞ്ഞ് ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. അപ്പോൾ നമ്മുടെ ആൻസർ ശനി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ. വിട്ടുപോയ സംഖ്യ കണ്ടെത്തുക. ചുമ്മാ നോക്ക്. ഇപ്പോൾ 16ൻ്റെ ഇരട്ടി 32, അതിനോടടുത്ത ഒരു സാധനം കിട്ടും, ഈ സംഖ്യ കിടക്കുന്നത്. 35ൻ്റെ ഇരട്ടി 70, അതിനോടടുത്ത ഇത് കിടക്കുന്നത്. അപ്പോൾ ഒരു ഇരട്ടി കണക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? അപ്പോൾ നിങ്ങൾ ആദ്യം 3ൻ്റെ ഇരട്ടി എടുക്ക്. 3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 6 കിട്ടി. ആ 6നോടൊപ്പം 1 കൂട്ടപ്പോഴാണ് നമുക്ക് 7 കിട്ടുന്നത്. നിങ്ങൾ 7ൻ്റെ ഇരട്ടി എടുത്ത് 14 കിട്ടി. 14നോടൊപ്പം 2 കൂട്ടിയാൽ അടുത്ത സംഖ്യ 16 കിട്ടും. ഓക്കെ, ഈ 16ൻ്റെ ഇരട്ടി എടുത്ത് 32. 32നോടൊപ്പം 3 കൂട്ടിയാൽ 35 കിട്ടും. ശരിയല്ലേ? 35ൻ്റെ ഇരട്ടി എടുത്ത് 70. 70നോടൊപ്പം 4 കൂട്ടിയാൽ നിങ്ങൾക്ക് 74 കിട്ടും. അപ്പം എപ്പോഴും ഇരട്ടി എടുത്തുകൊണ്ടിരിക്കുക. പക്ഷേ ആദ്യം 1 കൂട്ടി, 2 കൂട്ടി, 3 കൂട്ടി, 4 കൂട്ടി, ഇനി അടുത്ത് 5 കൂട്ടണ്ടേ. അപ്പോൾ 74ൻ്റെ ഇരട്ടി എടുക്ക്. 148 അല്ലേ? 148. എന്നിട്ട് 5 കൂട്ട്, 153. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഓപ്ഷൻ എ. ക്ലിയർ അല്ലേ? അങ്ങനെ ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. 1 + 3 + 5 + എക്സെട്ര എന്ന് വെച്ചാൽ ഒറ്റ സംഖ്യകൾ ടു n പദങ്ങൾ ബൈ 1 2 3 എക്സെട്ര n പദങ്ങൾ, എണ്ണൽ സംഖ്യകൾ, അതിൻ്റെ n പദങ്ങൾ. ഇതേ ബൈ ഇതേ ഈസിക്വൽ ടു 12/7 ആയാൽ n-ൻ്റെ വില. വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒറ്റ സംഖ്യ, ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുകയാണ് അവർ പറഞ്ഞേക്കുന്നത്. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക, ഒറ്റ സംഖ്യകളുടെ തുക n² ബൈ 1 2 3 എണ്ണൽ സംഖ്യ, അങ്ങനെ n പദങ്ങളുണ്ട്. അപ്പോൾ ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക. എണ്ണൽ സംഖ്യകളുടെ തുക എന്തുവാ? n ×
n+1/2. ഇതാണ് അവർ 12/7 എന്ന് തന്നേക്കുന്നത്. നിങ്ങളിവിടെ ചിന്തിച്ച് നോക്കുക, ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് ഒരു തിരിച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ 2 നേരെ അങ്ങ് മണ്ടേ പോവും. 2 ഇൻറ്റു ഈ 2 നേരെ അങ്ങ് മണ്ടേ പോവും. n² നിങ്ങൾക്ക് n × n എന്ന് എഴുതാം. ബൈ താഴെ എന്തോ ഉണ്ട്, n × n+1. ദാറ്റ് ഈസ് ഈക്വൽ ടു 12/7. ഈ എന്നും ഈ എന്നും കൂടെ കട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 2നെയും ഈ 12നെയും കൂടെ കട്ട് ചെയ്ത് 6 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്തോ എഴുതിയത് n/n+1 ദാറ്റ് ഈസ് ഈക്വൽ ടു 6/7. n തൊട്ടടുത്ത സംഖ്യ n+1 താഴെ, 6 തൊട്ടടുത്ത സംഖ്യ 7 താഴെ. അപ്പോൾ എന്നിൻ്റെ വില 6 ആയിരിക്കത്തില്ലേ? 6 7 ശരിയല്ലേ? അപ്പോൾ 6 ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ. ഒരാൾ 1 ഡസൻ ബാഗുകൾ 4920 രൂപയ്ക്ക് വിറ്റപ്പോൾ 18% നഷ്ടമുണ്ടായി. അത്ര ഇവിടെ നിൽക്കട്ടെ. ഒരാൾ 1 ഡസൻ ബാഗുകൾ 4920 രൂപയ്ക്ക് വിറ്റ്, അപ്പം അയാൾക്ക് 18% നഷ്ടമുണ്ടായി. അപ്പം 18% നഷ്ടം ഉണ്ടായെങ്കിൽ അയാൾ വിറ്റ പ്രൈസിന്റെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 100 ന്ന് 18 കളയണം. 100 ന്ന് 18 കളയണം. അപ്പോൾ 100 ന്ന് 10 കളഞ്ഞാൽ 90, 8 കൂടെ കളഞ്ഞാൽ 82. അപ്പോൾ 82%-നാണ് അയാൾ വിൽപ്പന നടത്തിയേക്കുന്നത്. 82%-നാണ് അയാൾ വിൽപ്പന നടത്തിയേക്കുന്നത്. ഓക്കെ, അപ്പൊ ആ 82% ഇവിടെ എഴുതാം അല്ലേ? ആ 82%-മാണ് യഥാർത്ഥത്തിൽ വിറ്റ വിലയായ 4920. 4920 അയാൾ വിറ്റെന്ന് പറയുന്നുണ്ട്. മനസ്സിലായോ? 15% ലാഭം അയാൾക്ക് കിട്ടണമെങ്കിൽ ഓരോ ഭാഗവും എത്ര രൂപയ്ക്ക് വിൽക്കണം? ഇപ്പൊ ചിന്തിച്ചു നോക്കുക. 15% ലാഭം കിട്ടണമെങ്കിൽ 15% ലാഭം കിട്ടണമെങ്കിൽ അയാൾ വിൽക്കേണ്ട പ്രൈസ് എന്ന് പറഞ്ഞാൽ 115%. 115%. 100 + 15. 100 നമ്മുടെ കോസ്റ്റ് പ്രൈസ്, വാങ്ങിയ വില. അപ്പോൾ ആ വാങ്ങിയ വിലയോടൊപ്പം 10% ലാഭം കിട്ടണമെങ്കിൽ അതോടെ ചേർത്ത് വിൽക്കണം. 110%-ന് വിൽക്കണം. അപ്പോൾ 15% ലാഭം കിട്ടണമെങ്കിൽ ഇവിടെ 115%-ന് വിൽക്കണം. അപ്പോൾ 115% എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ക്രോസ് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പം 115 × 4920 ഡിവൈഡഡ് ബൈ 82. ഇനി കട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ കട്ട് ചെയ്തോ. ഇതിനെ എന്തെങ്കിലും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുമോ? 6. 82 × 6 അടിച്ച് നോക്ക്. 6 × 12 1, 6 × 48 1, 49. ഓക്കെ, ഈ 82 × 6 എത്ര എന്ന് പറയുന്നത്? 492. ഈ പൂജ്യോടെ ചേർത്ത് 60. 115 × 6. 115-നെ 6 മൾട്ടിപ്ലൈ. 6 5 30 3, 6 6 3 9, 6 6. 6 9 0 690. ഈ പൂജ്യോടെ ചേർത്ത് 6900. ഈ 6900 രൂപയാണ് യഥാർത്ഥത്തിൽ 115% അഥവാ 15%-ന് ലാഭത്തിന് അയാൾ വിൽക്കേണ്ടി വരുന്ന വില. 15% ലാഭം എടുക്കാൻ അയാൾ വിൽക്കേണ്ടി വരുന്ന വില 6900 രൂപ. ഓക്കെ, 1 ഡസൻ ഭാഗം. പിന്നെ ബാക്കി ഒന്ന് ശ്രദ്ധിച്ച് കേൾക്ക്. 15% ലാഭം അയാൾക്ക് കിട്ടണമെങ്കിൽ ഓരോ ഭാഗവും എത്ര രൂപയ്ക്ക് വിൽക്കണമെന്നാ. 15% ലാഭം കിട്ടണമെങ്കിൽ അയാൾ വിൽക്കേണ്ടത് 6900 രൂപയ്ക്കാണ്. 1 ഡസൻ ബാഗ്. 1 ഡസൻ ബാഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം. 1 ഡസൻ ബാഗ് 6900 രൂപയ്ക്ക് വിൽക്കണം. അപ്പോൾ 1 ഡസൻ എന്ന് പറഞ്ഞാൽ 12 ബാഗാണ്. അപ്പോൾ 12 ബാഗ് 6900 രൂപയ്ക്ക് വിൽക്കണം. അപ്പോൾ ഒരു ബാഗ് വിൽക്കേണ്ട വില 6900/12 അല്ലേ? 6900-നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കറക്റ്റ് അല്ലേ? ചുമ്മാ നോക്ക്. 115 × 60. 115 × 60 6900. അപ്പം 115 × 60 എന്ന് എഴുതി. ഈ 6900-നെ ബൈ, യഥാർത്ഥം ഇത് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു, ബൈ 12. അപ്പൊ 12ഉം 60 കൂടെ കട്ട് ചെയ്യുക 5. അപ്പൊ 115 × 5. 115 × 5. 5 25 2 5 5 6 7 5 575 രൂപയ്ക്ക് വിൽക്കണം. ഓരോ ബാഗും അയാൾ 575 രൂപയ്ക്ക് വിൽക്കണം. ഓക്കെ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ. സാമാന്തരികം ABCDയിൽ ABAD എന്നീ വശങ്ങളിലേക്കുള്ള ലംബങ്ങൾ 5 സെന്റിമീറ്റർ 20 സെന്റിമീറ്റർ ആണ്. സാമാന്തരികത്തിന്റെ വിസ്തീർണം 160 സെന്റിമീറ്റർ സ്ക്വയർ ആയാൽ അതിന്റെ ചുറ്റളവ് എത്ര? നമുക്കൊരു സാമാന്തരികം വരയ്ക്കാം. ഇത് A, ഇത് B, ഇത് C, ഇത് D. സാമാന്തരികത്തിന്റെ ABAD എന്നീ വശങ്ങളിലേക്കുള്ള ലംബങ്ങൾ യഥാക്രമം 5 സെന്റിമീറ്റർ.
എന്നുവെച്ചാൽ ഇവിടുന്ന് വരയ്ക്കുന്ന ലംബം എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ. എ ബിയിലേക്കുള്ള വരയ്ക്കുന്ന ലംബം ഓക്കെ 5 സെന്റിമീറ്റർ. ഒരു സാമാന്തരികത്തിന്റെ പരപ്പളവ് അഥവാ ഏരിയ എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട്. എത്ര? 160 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന് തന്നിട്ടുണ്ട്. ഒരു സാമാന്തരികത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഒരു സൈഡും അതിലേക്കുള്ള ലംബവും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. മനസ്സിലായോ? ഒരു സൈഡും അതിലേക്കുള്ള ലംബവും കൂടെ മൾട്ടിപ്ലൈ അപ്പം നിങ്ങൾക്ക് സാമാന്തരികത്തിന്റെ പരപ്പളവ് കിട്ടും. ഇപ്പൊ എ ബി എന്ന് പറയുന്ന സൈഡ് ഞാൻ എടുത്ത് എ ബിയും ഇനി അതിലേക്കുള്ള ലംബം യഥാർത്ഥത്തിൽ അവർ എത്ര തന്നിട്ടുണ്ട്? 5 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ആ 5 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാ 160 എന്ന് പറയുന്നത്. അപ്പം എപ്പോഴും ആലോചിക്കണം, സാമാന്തരികത്തിന്റെ പരപ്പളവ് ഏരിയ എന്ന് പറഞ്ഞാൽ ബി എച്ച് ആണ്. ബി എന്ന് പറഞ്ഞാൽ ബേസ്, ഒരു സൈഡാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ്, ആ ലംബം. അത്രയേ ഉള്ളൂ. ഇനി ഇത് സൈഡ് ആക്കുവാണെങ്കിൽ അതിനകത്തോട്ടുള്ള ലംബം, അത്രയേ ഉള്ളൂ. അപ്പൊ സംഭവം മനസ്സിലായല്ലോ. അപ്പം എ ബി ഈക്വൽ ടു ഈ ഇൻറ്റു ചെയ്തേക്കുന്ന 5 അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോവാം. അപ്പൊ 160/5 32 എന്ന് കിട്ടും. എന്നുവെച്ചാൽ എ ബിയുടെ നീളം 32 സെന്റിമീറ്റർ എന്ന് വരും. 32 സെന്റിമീറ്റർ. അതേ പോണക്ക് തന്നെ വീണ്ടും നോക്കണം. ഇനി എ ഡിയിലേക്കുള്ള ലംബം 20 തന്നിട്ടുണ്ട്. എ ബി എ ഡി എന്നീ വശങ്ങളിലേക്കുള്ള ലംബം 5, 20 തന്നേക്കുന്നത്. അപ്പൊ എ ഡിയിലേക്കുള്ള ലംബം 20. അപ്പൊ ഇത് എ ഡിയാ. അതിനകത്തോട്ടുള്ള ലംബം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഇതാ അതിനകത്തോട്ടുള്ള ലംബം. മനസ്സിലായോ? അപ്പൊ അത് 20 തന്നിട്ടുണ്ട്. അപ്പൊ ഈ സൈഡും ആ ലംബവും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാ നമ്മുടെ ഏരിയ. ഒരു വശവും അതിനകത്തോട്ടുള്ള ലംബവും 20, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ അപ്പം നമുക്ക് ഏരിയ കിട്ടും. അപ്പൊ എ ഡി ദാറ്റ് ഈസ് ഈക്വൽ ടു 160/20. അപ്പൊ 8 എന്ന് വരും. അപ്പൊ എ ഡി 8. അപ്പൊ എ ഡി എന്ന് പറഞ്ഞാൽ 8. നമുക്ക് ഈ സാമാന്തരികത്തിന്റെ ചുറ്റളവാ ചോദ്യം. ചുറ്റളവ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ചുറ്റുള്ള അളവ്. ഇപ്പൊ എ ബി 32, ഉറപ്പായിട്ട് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് 32 ആയിരിക്കും. എ ഡി 8, അപ്പൊ ഉറപ്പായിട്ട് ഇതും 8 ആയിരിക്കും. ഈ ചുറ്റുള്ള അളവുകൾ കൂട്ടിയെടുത്താൽ മതി. അപ്പൊ നമുക്ക് ചുറ്റളവ് കിട്ടും. ഓക്കെ, ഇവിടെ ഒരു 32, ഓപ്പോസിറ്റ് ഒരു 32, ഇവിടെ ഒരു 8, ഇവിടെ ഒരു 8. 32, 8, 40. 32, 8, 40. 40, 80. ഇപ്പൊ 80 സെന്റിമീറ്റർ എന്ന ഓപ്ഷൻ സി ഉത്തരം. ഓക്കെ, ഇതെല്ലാം കൂടെ കൂട്ടിയതാ. 32, 64, 8, 8, 16. 64, 16, 80. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒറ്റയാനെ കണ്ടെത്തുക. 8, 27, 64. 27, 64 ഇതൊക്കെ കാണുമ്പോഴേ അറിയാം. 8 എന്ന് പറഞ്ഞാൽ 2ന്റെ ക്യൂബ്, 27 3ന്റെ ക്യൂബ്, ഇത് 4ന്റെ ക്യൂബ്, ഇത് 5ന്റെ ക്യൂബ്, ഇത് 6ന്റെ ക്യൂബ്, ഇത് 7ന്റെ ക്യൂബ്. ഇതൊരു ക്യൂബ് നമ്പർ അല്ല. അപ്പൊ ഇയാൾ ഒറ്റയ്ക്ക് ഇതിനകത്ത് കയറിയിരിക്കുന്നു. ഒരു ഒറ്റപ്പെട്ട നമ്പർ ഇതിനകത്ത് ഇരിക്കുന്നത്. ഇതില്ലായിരുന്നെങ്കിൽ 2, 3, 4, 5, 6, 7 ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നേനെ. പക്ഷെ ഒരാൾ ഇടയ്ക്ക് കയറി നിന്നില്ലേ. അപ്പൊ അയാൾ ഒറ്റയാണെന്ന് വിചാരിച്ച് നമുക്കത് ഉറപ്പിച്ചേക്കാം. ഓപ്ഷൻ ബി 100. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം.